ഇപ്പൊ ഇതിനകത്ത് ഇൻസെൻസ് എന്ന പേര് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് അറബിക് പെർഫ്യൂം ആയിരിക്കണം. അറബിക് ശൈലി, അട്ടിപ്പിക്കൽ സ്പൈസിനെസ്സും അറബിക് ശൈലിയിലുള്ള ഡാർക്ക് ടോണും കുറെ കുന്തിരുക്കം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം പോലുള്ള നോട്ടുകൾ അല്ലെങ്കിൽ സാമ്പ്രാണി പോലുള്ള നോട്ടുകൾ, ഇൻസെൻസിന്റെ നോട്ടുകൾ, ഫ്രാങ്ക് ഇൻസെൻസിന്റെ നോട്ടുകൾ, ഇതൊക്കെ കൊണ്ട് കുത്തി നിറച്ച ഒരു നമ്മുടെ ഏതാണ്ട് ഒരു കുറോസ് ലെവലൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഈ പെർഫ്യൂം നമ്മൾ ചിന്തിക്കുന്ന മണം അല്ല ഇതിന്. ഞാൻ അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ പെർഫ്യൂമിന്റെ മണം ഇതല്ല. ഇത് ഞാൻ പറയാം, ശരിക്കും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സ്വിസ് അറേബ്യന്റെ ഇൻസെൻസ് 01. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു റിവ്യൂ ചെയ്യാൻ, അവരിലും ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലി വിളിച്ചും ചോദിച്ചു. ഇൻസെൻസ് 01 നല്ല ഹൈപ്പ് ഉണ്ട്. സോഷ്യൽ മീഡിയ, ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പെർഫ്യൂമാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നല്ല ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ മണം എന്താണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെയായിരുന്നു ചോദ്യം. ഞാൻ ഉത്തരം വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ കയ്യിൽ പെർഫ്യൂം കിട്ടി, ഞാൻ അൺബോക്സ് ചെയ്തോളൂ. ഇന്നലെയാണ് കിട്ടിയത്. ഇവിടെ വിലയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, 7590. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബോക്സ് ഇങ്ങനെയാണ്, ഒരു പ്രീമിയം ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. 7000, 6000, 7000, 7500 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന് എന്താണോ നൽകേണ്ട ബോക്സ് അതേപോലെയുള്ള നല്ല കട്ടിയുള്ള ഒരു പ്രസന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത് പറയാൻ. ബാക്കിൽ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ സ്വിസ് അറേബ്യൻ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രേറ്റ് പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് അർത്ഥം? കുറച്ചും കൂടി ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലോങ്ജിവിറ്റിയും കൂടുതലായിരിക്കും, പ്രൊജക്ഷനും കൂടുതലായിരിക്കും. 50 ml ആണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എക്സ്ട്രേറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു പെർഫ്യൂം പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കൂടണം എന്നൊന്നുമില്ല കേട്ടോ. അത് ഒരു മാനദണ്ഡമാണ്, ഞാൻ പറഞ്ഞുള്ള കൂട്ടത്തിൽ. ഓക്കെ, ഇത് 50 ml ആണ് അളവ് വരുന്നത്. 100 ml വരുമ്പോൾ 100 ml ആയിട്ടില്ല, 100 ml വരുമ്പോൾ ഏകദേശം 10-14,000 അടുപ്പിച്ച വില വരുന്നുണ്ട്. ഒരു നീഷ് പെർഫ്യൂമിന്റെ വില തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് മാൻസറയുടെ പെർഫ്യൂം ഒക്കെ കിട്ടും. പക്ഷെ എന്നിട്ടും സ്വിസ് അറേബ്യൻ എന്തുകൊണ്ടാണ് ഈ ഒരു പെർഫ്യൂം ഇത്ര ഹൈപ്പ് വരാനുള്ള കാര്യം അത് വ്യക്തമായിട്ട് ഞാൻ പറയാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പെർഫ്യൂം ഇരിക്കുന്നത്. ബോട്ടിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഐ ക്യാച്ച് ആയിട്ടുള്ള ഒരു ബോട്ടിൽ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാംഗോ ഓറഞ്ച് കൂടെ ചേർന്നിട്ട് വരുന്നൊരു കളർ. ഇൻസെൻസിന് കൊടുത്തിട്ടുണ്ട് 01. ഹാച്ച് കോഡും കാര്യങ്ങളും കാണാം. മെയ്ഡ് ഇൻ UAE. ക്യാപ്പ് മെറ്റലാണ്, നല്ല ക്യാപ്പാണ്. ഇവിടെ സ്വിസ് അറേബ്യന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പ്രൊഫൈൽ ഞാൻ പറയാം, അത് പറഞ്ഞിട്ടുണ്ടോ. മെയിൻ അക്കോർഡായിട്ട് വരുന്നത് വുഡി, ഫ്രഷ്, സ്പൈസി, ആംബർ, അരോമാറ്റിക്, സ്വീറ്റ്, വാം സ്പൈസി, നട്ടി, ഫ്രൂട്ടി, വാനില, പൗഡറി. കുറച്ച് പറയാം. കോക്കനട്ടായിട്ട് ആഗ് ഇൻസെൻസ്, ജുനിപ്പർ, റം, ബെർഗാമോ. മിഡിൽ നോട്ടിൽ ഫിഗ്, ഹേസൽനട്ട്, റോസ്റ്റഡ് നട്ട്, ആൽമണ്ട്, പിന്നെ ലിലി ഓഫ് ദ വാലി. ബേസ് നോട്ടിൽ വരുമ്പോൾ അവിടെയും ഫ്രാങ്ക് ഇൻസെൻസ്, ഡാർക്ക് ചോക്ലേറ്റ്, വാനില, സാൻഡൽവുഡ്, സിഡാർവുഡ്, മോസ്. ഇപ്പം കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ പെർഫ്യൂം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മണമല്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പെർഫ്യൂം വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ദയവ് ചെയ്ത് ഫ്രാഗ്രന്റിക്കയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. മറിച്ച് അതിന്റെ പ്രൊഫൈൽ എന്താണ്, അതിന്റെ DNA എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഫ്രാഗ്രന്റിക്ക റെഫർ ചെയ്യുക. കാരണം അതിൽ വരുന്ന കമന്റുകൾ നല്ലൊരു ശതമാനവും മണവുമായിട്ട് വലിയ ബന്ധമില്ലാത്തതായിരിക്കും. രാവും പകലും വ്യത്യാസമുള്ള തരത്തിലുള്ള കമന്റുകളാണ് കാണുന്നത്. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ കമന്റുകളായിരിക്കും. അപ്പോൾ ഒരു പെർഫ്യൂം വാങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ യൂട്യൂബിൽ റിവ്യൂ കാണുക, ആ റിവ്യൂവിൽ വരുന്ന കമന്റുകൾ വായിക്കുക. അതിൽ സത്യസന്ധമായി വാങ്ങിയവരുടെ അഭിപ്രായം കാണാൻ പറ്റും. ഫ്രാഗ്രന്റിക്കയിൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ വാങ്ങി ഉപയോഗിച്ചിട്ട് അയാൾക്കൊരു കോംപ്ലിമെന്റ് കിട്ടിയില്ലെങ്കിൽ അത് മതി നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് ഇടാൻ. ഈ പെർഫ്യൂം അടിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ്, ചിലർ പറയും ഇതിനകത്ത് ഈ നോട്ടുണ്ട് ആ നോട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഫ്രാഗ്രന്റിക്കയിൽ കമന്റ് ഇടുന്ന നല്ലൊരു ശതമാനം ആളുകളും കേരളത്തിലുള്ളവരല്ല, ഇന്ത്യയിലുള്ളവരല്ല. അവര് യൂറോപ്പിൽ ഇരുന്നിട്ട് നമ്മളെക്കാൾ താരതമ്യേന കുറെ കൂടി നല്ല ക്ലൈമറ്റിൽ ഇരുന്നിട്ടാണ് അവർ ആ കമന്റ് ഇടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ കിട്ടുന്ന അതേ മണം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അവർക്ക് അവിടുത്തെ കാലാവസ്ഥയിൽ കിട്ടുന്ന ചില നോട്ടുകൾ നമ്മുടെ കേരളത്തിലെ ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ചൂടും അത്യുഷ്ണം നിറഞ്ഞ കാലാവസ്ഥയിൽ കിട്ടണമെന്നുമില്ല. അപ്പം കാലാവസ്ഥ വേറെ, ആളുകൾ വേറെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ഫ്രാഗ്രന്റിക്കയിലെ കമന്റുകൾ നോക്കി നിങ്ങൾ ഒരു പെർഫ്യൂം വാങ്ങാൻ തീരുമാനിക്കരുത്. അപ്പോൾ നമ്മൾ കമന്റ് വായിക്കുമ്പോൾ ഇത് ഭയങ്കര ഇൻസെൻസ് ആണ്. ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ ഈ സുഗന്ധ കുന്തിരിക്കം പോലുള്ള മണങ്ങൾ, അല്ലെങ്കിൽ സ്മോക്കി സ്മെല്ല്, ആംബർ പോലുള്ള ഒരു ചർച്ച്, പള്ളി, അമ്പലം, മോസ്ക് വൈബ് തരുന്ന അതുപോലെയുള്ള മണം തരുന്ന മണമാണെന്ന് തെറ്റിദ്ധരിക്കും. ഒപ്പോപ്പനാക്സ് പോലുള്ള ഡാർക്ക് നോട്ടുകൾ, കൊഴുത്ത മണങ്ങൾ എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കും. ഇതിനകത്ത് ഇൻസെൻസ് എന്ന പേര് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് അറബിക് പെർഫ്യൂം ആയിരിക്കണം. അറബിക് ശൈലി, അട്ടിപ്പിക്കൽ സ്പൈസിനെസ്സും അറബിക് ശൈലിയിലുള്ള ഡാർക്ക് ടോണും കുറെ കുന്തിരുക്കം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം പോലുള്ള നോട്ടുകൾ അല്ലെങ്കിൽ സാമ്പ്രാണി പോലുള്ള നോട്ടുകൾ, ഇൻസെൻസിന്റെ നോട്ടുകൾ, ഫ്രാങ്ക് ഇൻസെൻസിന്റെ നോട്ടുകൾ, ഇതൊക്കെ കൊണ്ട് കുത്തി നിറച്ച ഒരു നമ്മുടെ ഏതാണ്ട് ഒരു കുറോസ് ലെവലൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഈ പെർഫ്യൂം നമ്മൾ ചിന്തിക്കുന്ന മണം അല്ല ഇതിന്. ഞാൻ അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷെ പെർഫ്യൂമിന്റെ മണം ഇതല്ല. ഇത് ഞാൻ പറയാം, ശരിക്കും ഡോൾച്ചെ ആൻഡ് ഗബാന ദി 1 ഓഡർ പെർഫ്യൂമില് ലിയാം ഗ്രേ മിക്സ് ചെയ്താലുള്ള മണം എന്താണ്?
ലിയാം ഗ്രേ ഒരുപാട് ആളുകൾ വാങ്ങി, ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് ലിയാം ഗ്രേ. ആ ലിയാം ഗ്രേയുടെ മണം അതിൽ ഡോൾച്ചെ ഗബാനയുടെ ആ ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള നോട്ടുകൾ ചേർത്തിട്ട് ഇറക്കിയ പെർഫ്യൂമാണ് ഇൻസെൻസ് ഓവൻ. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ലിയാം ഗ്രേ ട്രൈ ചെയ്തുള്ളവർക്ക് ഇത് അറിയാൻ പറ്റും. പക്ഷേ ലിയാം ഗ്രേയുടെ 10 മടങ്ങ് ക്വാളിറ്റി ഇതിലുണ്ട്. അതിന്റെ വില നിങ്ങൾക്കറിയാം, ഇതിന്റെ വില നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വില ലിയാം ഗ്രേയുടെ ആ ഒരു മണം ഇത് കുറെ കൂടി ആംപ്ലിഫൈ ചെയ്ത് കുറെ കൂടി നീഷായിട്ട് ചെയ്താലുള്ള മണമാണ് ഇൻസെൻസ് 01 ആയിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഗേൾസിന് യൂസ് ചെയ്യാം, ബോയ്സിന് യൂസ് ചെയ്യാം, രണ്ടു കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഗേൾസ് ട്രൈ ചെയ്താൽ ബോയ്സിന്റെ ഭാഗത്ത് നിന്ന് കോംപ്ലിമെന്റ് കിട്ടും, ബോയ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് കോംപ്ലിമെന്റ് കിട്ടും. രണ്ടു കൂട്ടർക്ക് ഒരുപോലെ കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന രീതിയിലുള്ള കുത്തലുള്ള മണങ്ങളോ അല്ലെങ്കിൽ വളരെ മൂക്ക് തുളയ്ക്കുന്ന ഷാർപ്പായിട്ടുള്ള മണങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല ഇതിനകത്ത്. നമ്മൾ ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്ന ആ ഒരു അറബിക് ചുവയൊന്നുമില്ല. ശരിക്കും ഒരു ഫ്രഞ്ച് ശൈലിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ശൈലി, അറബിക്കിൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഇതിനകത്തില്ല. നിങ്ങൾക്ക് പ്രാഡാലോം അതുപോലെ പ്രാഡാലോം ഇന്റൻസ് അതിലൊക്കെ ചേർത്തിരിക്കുന്ന പോലുള്ള ഐറിസിന്റെ സ്മെല്ല്, അതോടൊപ്പം ചെറിയൊരു കാർഡമം സ്മെല്ല്, പിന്നെ പൗഡറി നോട്ട്, പിന്നെ പേരിന് കുറച്ച് ഇൻസെൻസ്, അത് നിങ്ങൾക്ക് കിട്ടുമോന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ലിയാം ഗ്രേ ട്രൈ ചെയ്തവർക്ക് ഇത് വർക്കൗട്ട് ആവും, അത് ചെയ്യാത്തവർക്കും വർക്കൗട്ട് ആവും. ഇതിൽ ഡോൾച്ചെ ഗബാനയുടെ ആ ഒരു കോർ ഡിഎൻ ഉണ്ടല്ലോ. ഡോൾച്ചെ ഗബാന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് നൈറ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഒക്കേഷൻസിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ നോട്ട്. ആ നോട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ലിയാം ഗ്രേയിൽ ചേർത്തിരിക്കുന്ന ഒരു പൗഡറി നോട്ടും ഏലക്കാട് മണം പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലേവറും പിന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അരോമാറ്റിക് സ്മെല്ലും ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ലിയാം ഗ്രേയുടെ ഒരു മണം. ലിയാം ഗ്രേ ബേസിക്കലി BDK എക്സ്ട്രേറ്റിന്റെ ഗസ്റ്റ് ചാനലിന്റെ ഇൻസ്പയർഡ് ആണ്. അതിനെ ഉൾക്കൊണ്ടിട്ടാണ് ലിയാം ഗ്രേ ഇറക്കിയത്. അപ്പോൾ ഇതും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയ ഗസ്റ്റ് ചാനലിന്റെ മണം നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. നീഷ് വേർഷൻ, അത് നീഷാണ്, ഇതും നീഷ് എന്ന് പറയാം. എന്റെ അഭിപ്രായത്തിൽ ഹൈപ്പ് സത്യമാണ്, ഹൈപ്പിനുള്ളതുണ്ട്. ലിയാം ഗ്രേ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാം, ധൈര്യമായിട്ട് വാങ്ങിച്ചു, ഒരു പ്രശ്നമില്ല. അങ്ങനെ മൂക്ക് തുളയ്ക്കുന്ന മണമോ ഷാർപ്പായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് സ്മെല്ല് മനസ്സിലായാലും ഇത്രേ ഉള്ളൂ. ലിയാം ഗ്രേയുടെ മണം, ഡോൾച്ചെ ഗബാന ലിയാം ഗ്രേ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മണം റോസ്റ്റഡ് നട്ടി സ്മെല്ല്. ഒരു നട്ടി സ്മെല്ല് നോട്ട് ചേർത്തിട്ടുണ്ട്. ഫ്രൂട്ടി നോട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു വാം സ്പൈസിനെസ് ഉണ്ട്. അത് കൊള്ളാം, ഒരു വാം സ്പൈസിനെസ് ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് സ്പൈസി എന്ന് ചിന്തിക്കരുത്, ചെറിയൊരു സ്പൈസി നോട്ട് അല്പം ഒരു പൊടിക്ക്. അവസാനിക്കുന്ന സമയമാകുമ്പോൾ ഒരു ക്രീമി സാൻഡൽവുഡ് സ്മെല്ല് വരും. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു നോട്ടാണ് സാൻഡൽവുഡ്. ഞാൻ നല്ലൊരു സാൻഡൽവുഡ് പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ സാൻഡൽവുഡിന്റെ ഒരു ക്രീമി സാൻഡൽവുഡ് സ്മെല്ലും ഒപ്പം വാനിലയുടെ നോട്ടും ചേർന്ന്, വാനില സാൻഡൽവുഡിന്റെയും ഈ നോട്ടും ഓപ്പണിങ്ങിലെ ചെറിയ നോട്ടുകളൊക്കെ ചേർന്നിട്ടുള്ള ഡ്രൈഡ് ഒരു ക്രീമി സ്വഭാവമുള്ള ഒരു നോട്ടായിട്ട് മാറും. ഇനി പെർഫോമൻസ് ഇത് എക്സ്ട്രേറ്റ് പെർഫ്യൂം ആണ്. ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോളിഡ് ഒരു 8 മണിക്കൂറായിട്ട് സോളിഡായിട്ട് നിൽക്കും. 8 മണിക്കൂർ നന്നായിട്ട് നിൽക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 മണിക്കൂർ, 4 സ്പ്രേ 4 മണിക്കൂർ, 12 സ്പ്രേ അടിച്ചാൽ 12 മണിക്കൂർ നിൽക്കും. എത്ര സ്പ്രേ അടിക്കുന്നു അത്രയും മണിക്കൂർ നിൽക്കും. 4 സ്പ്രേ അടിച്ചാലും നിൽക്കും കേട്ടോ. 4 സ്പ്രേ അടിച്ചാലും 6-7 മണിക്കൂർ നിൽക്കും. സ്ട്രോങ് ആണ്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ, കണക്കായിട്ട് പറഞ്ഞതേ ഓവർ സ്പ്രേ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. 8-10 മണിക്കൂർ വരെ നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മണം എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. നമ്മിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലല്ല, മണം എല്ലാ വശങ്ങളിലേക്കും പോകുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. താഴെ അടിച്ചാൽ മുറിയിലെത്തുന്ന രീതിയിലാണ് പ്രൊജക്ഷൻ. അപ്പൊ പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. വെയിലത്തടിച്ചിട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഇത്തരം മണങ്ങൾ വെയിലത്തടിച്ചിട്ട് പോകാനുള്ളതല്ല, മറിച്ച് ഓഫീസിനകത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. വെയിലത്തടിച്ചിട്ട് പോകരുത് എന്ന് പറയുന്നത് പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാത്തത് കൊണ്ടൊന്നുമല്ല. ഈ മണം ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലുള്ള ഒക്കേഷൻസിലാണ്. വെയിൽ തട്ടി പ്രൊജക്ട് ചെയ്യുന്ന ഒരു മണമല്ല ഇത്. കാരണം ഏത് സാഹചര്യത്തിൽ അടിക്കാം. ആളുകൾ ശ്രദ്ധിക്കുന്ന മണമാണ്, ഇത്തിരി യുണീക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പെർഫ്യൂം. എന്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടി നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് എന്തായാലും വർത്തായിട്ടാണ് തോന്നിയത്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓവർ ആയിട്ടുള്ളതുമില്ല, താഴെ പോകുന്ന രീതിയിലും അണ്ടർ റേറ്റഡും അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള റേറ്റുകൾ തന്നെയാണ്. ഈ വിലക്കുള്ളത് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ml 80 ml കൊടുക്കാമെന്ന് തോന്നി. എങ്കിലും കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ, ഇത്രയുണ്ട്. പിന്നെ നല്ല പ്രസന്റേഷൻ ആണ്. പിന്നെ പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലേ, അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. കയ്യിലുള്ളത് 5 ml ആണ്, ബോട്ടിൽ 50 ml ഉള്ളൂ. 5 ml ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മണം തന്നെയാണ്. പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും നല്ല മണവുമാണ്, ക്വാളിറ്റി ഉണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലിനാണ്, അങ്ങനെ ചീപ്പായിട്ടുള്ള സ്മെല്ലൊന്നും അല്ല. അതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. 50 ml ഏത് 7,500 അടുപ്പിച്ചുള്ള റേറ്റ്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. 5 ml 10 ml സാമ്പിൾ ട്രൈ ചെയ്തിട്ട് തീരുമാനിക്കുക ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടോ എന്നുള്ളത്.
പറ്റുമെങ്കിൽ സ്വിസ് അറേബ്യന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ വാങ്ങാം, നേരിട്ട് വാങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.